ശ്രീ അഡ്വക്കേറ്റ് പി എം മാതിര, അതായത് പി എം മാതിര അടക്കം പി എം മാതിരയുടെ പ്രസ്ഥാനം അടക്കം എല്ലാവിധത്തിലുമുള്ള പുരോഗമന പ്രസ്ഥാനം ഇതുവരെയും പറഞ്ഞു വന്നത് സ്ത്രീകൾക്ക് അരികുവൽക്കരിക്കപ്പെട്ടവരാണവർ, അവർക്ക് സംവരണം നൽകണം, അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരണം. എന്തുകൊണ്ടാണ് അത് മോദി ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾ അസ്വസ്ഥപ്പെടുന്നതെന്നാണ് ചോദ്യം. അസ്വസ്ഥത വനിതാ സംവരണ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടേ അല്ല. വനിതാ സംവരണം നടപ്പിലാക്കുന്നത് എന്തിനാണ് ഡീലിമിറ്റേഷനുമായിട്ട് കൂട്ടിക്കെട്ടുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഡീലിമിറ്റേഷൻ ഇന്ത്യൻ ജനാധിപത്യത്തെ വലിയ രീതിയിൽ പരിക്കേൽപ്പിക്കുമെന്നുള്ളതിൽ ആർക്കും തർക്കമില്ലാത്ത കാര്യമാണ്. പ്രത്യേകിച്ച് ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾ എന്നുള്ള രീതിയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഇന്ത്യയുടെ ഒരു ഇൻറ്റഗ്രിറ്റിയെ തന്നെ തകർക്കും വിധം ഡീലിമിറ്റേഷൻ മാറുമോ എന്നുള്ള ആശങ്ക എല്ലാ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഞാൻ മുമ്പ് ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഇത് നമ്മളിപ്പോൾ ഒരു സ്ത്രീകളെ കൊണ്ടുവന്നൊരു ഒരു സ്ഥലത്ത് ഇരുത്തണമെങ്കിൽ നിലവിലുള്ള സീറ്റുകൾ പോരാ, പകരം കുറച്ചധികം സീറ്റുകൾ കൂട്ടിച്ചേർത്തതിന് ശേഷം മാത്രമാണ് സ്ത്രീകൾക്ക് ഇരിപ്പിടം കിട്ടൂ എന്ന് പറയുന്നതിൽ തന്നെ എത്രമാത്രം സ്ത്രീ വിരുദ്ധത ഉള്ളടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്ത്രീകൾക്കിരിക്കാൻ അഡീഷണൽ ചെയർസ് വരട്ടെ, നിലവിലുള്ള ചെയർസിന്ന് ആരും എഴുന്നേറ്റ് കൊടുക്കാൻ സന്നദ്ധമല്ലാത്തതുകൊണ്ടാണോ ആ രീതിയിൽ മാറ്റി അങ്ങനെ ഡീലിമിറ്റേഷനുമായിട്ട് ഇതിനെ ബന്ധപ്പെടുത്തേണ്ടെന്ന ആവശ്യം? ഒരു നിലയ്ക്കും ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെടുത്താതെ തന്നെ നടപ്പിലാക്കാൻ വേണ്ടി കഴിയും എന്നുള്ളത് 73-74 ഭരണഘടനാ ഭേദഗതി വന്ന സമയത്ത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളതാണല്ലോ. 92 നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കകത്ത് നിലവിലുള്ള സീറ്റുകളോട് കൂട്ടിച്ചേർത്ത സീറ്റിന് ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ വന്നിരുന്നോളൂ എന്നുള്ള ഔദാര്യമല്ലല്ലോ അന്ന് കാണിച്ചത്. ഇത് ഈ പറയും വിധം 100 സീറ്റ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് 67 ആളുകൾ പുരുഷന്മാർ അവിടെ ഇരിക്കും, ബാക്കിയുള്ള ആളുകൾ പുറത്തേക്ക് പോവുകയും ചെയ്താലേ 33 സ്ത്രീകൾക്ക് വന്ന് അകത്തേക്ക് കയറി ഇരിക്കാൻ വേണ്ടി പറ്റൂ. ആ 33 ആളുകൾ ഇരുന്ന സീറ്റിൽ നിന്ന് അനങ്ങാത്ത സമയത്ത് പുതിയ സീറ്റുകൾ കൂട്ടിച്ചേർക്കുന്നു എന്നുള്ളത് ഡീലിമിറ്റേഷനുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യേണ്ടുന്ന ഒരാവശ്യവും വനിതാ സംവരണത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ലാതിരിക്കെ അത് ചെയ്യുന്നത് കാലാകാലങ്ങളായിട്ട് വനിതാ സംവരണത്തെ അട്ടിമറിക്കാൻ നടത്തിയ നിരവധിയായിട്ടുള്ള ശ്രമങ്ങളുണ്ട്. അതിൻ്റെ തുടർച്ച തന്നെയാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നിലനിൽക്കുന്ന സീറ്റുകളിലേക്ക് എന്തുകൊണ്ടാണ് 2023 സെപ്റ്റംബറിൽ പാസാക്കിയ ഈ നാരീശക്തി വന്ദൻ അഭിനിയം എന്തുകൊണ്ടാണ് ആ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനകത്ത് നടപ്പിലാക്കാതെ ഇനി വരാൻ വേണ്ടി പോകുന്ന സെൻസസിൻ്റെ ഭാഗമായിട്ട് ഡീലിമിറ്റേഷൻ പൂർത്തീകരിച്ചതിന് ശേഷം മാത്രം നടപ്പിലാക്കുമെന്ന് പറഞ്ഞു? ഇപ്പോൾ ധൃതി പിടിച്ച് അതിനിടെ കൂടി പഴയ സെൻസസിനെ ബേസ് ചെയ്തിട്ടുള്ള ഡീലിമിറ്റേഷനെ കുറിച്ച് പറയുന്നു. ആ പറഞ്ഞത് തന്നെ എങ്ങനെയാണ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നതെന്ന് ഇനി കാത്തിരുന്ന് കാണേണ്ടുന്നൊരവസ്ഥയാണ് ഉള്ളത്. അതുകൊണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പണ്ട് സ്ത്രീകളുടെ വോട്ടവകാശത്തിന് വേണ്ടി സമരം നടത്തിയ കാലത്ത് അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചിട്ടുള്ളൊരു വാദം ഉണ്ടായിരുന്നു. സ്ത്രീകളിപ്പോഴും ഈ അവരുടെ പരിണാമം പൂർത്തിയാകാത്ത ഒരു ജീവിവർഗമാണ് എന്നുള്ള നിലയ്ക്ക്, അതുകൊണ്ട് തന്നെ അവരുടെ തലച്ചോറിന് വേണ്ടത്ര വലിപ്പമില്ല. അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിൽ അവർ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അത് തെറ്റായ തീരുമാനമായിരിക്കും. അതുകൊണ്ട് അവർക്ക് വോട്ടവകാശം വേണ്ട എന്നുള്ളതായിരുന്നു പഴയ സ്ത്രീകളുടെ വോട്ടവകാശത്തെ ഖണ്ഡിക്കുന്നതിന് വേണ്ടി സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം, മുദ്രാവാക്യമൊക്കെ ലോകത്തിന് സംഭാവന ചെയ്ത ആളുകളുടെ ഉൾപ്പെടെയുള്ള അഭിപ്രായം. ആ അഭിപ്രായത്തിൽ നിന്ന് വലിയ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇപ്പോഴും നമ്മുടെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് സാധിക്കുന്നില്ല. നമ്മൾ ഭരിക്കുന്നൊരു സംവിധാനത്തിന് ഒട്ടും കഴിയുന്നില്ല എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണിത്. സ്ത്രീകൾ വരുന്നതോടുകൂടി ഇവിടെ ഇനിയും ആളുകളുടെ എണ്ണം കൂട്ടിയാൽ മാത്രമേ ഇവിടെ യഥാർത്ഥ തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടി പറ്റുന്നു. എന്താണിത്? എന്തിനാണ് ഡീലിമിറ്റേഷന്? BJPയുടെ പ്രതിനിധി സംസാരിച്ച പകുതിയെ ഞാൻ കേട്ടിട്ടുള്ളൂ. ഡീലിമിറ്റേഷന് എന്തിനാണ് വിമൻ റിസർവേഷനുമായിട്ട് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഇന്ത്യയിലെ സ്ത്രീകളോട് പറയാനുള്ള ബാധ്യത ഇന്ത്യ ഭരിക്കുന്നൊരു സംവിധാനത്തിനുണ്ട്. ഡീലിമിറ്റേഷൻ മറ്റൊരു രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്നൊരു വിഷയം. അതിനകത്ത് തന്നെ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച് കാലാകാലങ്ങളിൽ നിലനിൽക്കുന്ന
ധാരണകൾ വലിയ രീതിയിൽ ജനാധിപത്യത്തെ പ്രശ്നവൽക്കരിക്കുന്ന ഒരു ഘട്ടത്തിൽ അതിനെ കൂടി അടിമുടി അഴിച്ചു പണിയേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് ഈ പറയും വിധം വനിതാ സംവരണത്തെ ഇതുമായി കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത്. 1930കളുടെ തുടക്കത്തിൽ ആരംഭിച്ചൊരു ചർച്ച അതിനുശേഷം 96 മുതൽ പാർലമെൻറ്റിനകത്ത് കൊണ്ടുവന്ന് ഇപ്പം നടപ്പിലാക്കുമെന്ന് പറഞ്ഞ് ഇന്ത്യൻ ജനാധിപത്യ സംവിധാനത്തിനകത്ത് ഇടപെടുന്ന അതിനെ ഗൗരവത്തോടുകൂടി കാണുന്ന സ്ത്രീകളെ എത്ര കാലമായി കോൺഗ്രസും BJPയും ചേർന്ന് ഈ നാട്ടിൽ പറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. അതിന് ഇടയിൽ വന്ന ദേവഗൗഡ ഗവൺമെൻറ്റാണ് ഒരു ഒരു ശ്രമം നടത്തിയത്. പിന്നെ ആ ഗവൺമെൻറ് തന്നെ ഇല്ലാണ്ടായിപ്പോയി. പിന്നെ അതിന് ശേഷമുള്ള ഒരു രീതിയിലും ഈ വനിത ഇപ്പോഴും തന്നെ ഈ ജനാധിപത്യ സംവിധാനത്തിൽ ഇത്രയധികം സ്ത്രീകൾ ഇടപെടുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ ഇരട്ടത്താപ്പ് കുറേയൊക്കെ രാഷ്ട്രീയ പാർട്ടികളുടെ ഇരട്ടത്താപ്പ് പൊതുജനത്തിന് ബോധ്യം വന്നതുകൊണ്ടും കൂടിയാണ് ഇത് യുനാനിമസായിട്ട് പാർലമെൻറ്റിനകത്ത് പാസ്സായത്. അല്ലെങ്കിൽ ഇതിനെ ഇനിയും തുരങ്കം വെക്കാനുള്ള നിലപാടുകൾ പല രീതിയിൽ പല രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടുണ്ടല്ലോ പാർലമെൻറ്റിനകത്ത്. അതിൻ്റെ തുടർച്ച തന്നെ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്.